എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചിരട്ട കൊണ്ട് നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ബൗൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് വലിയൊരു ചിരട്ട എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തതിൻ്റെ അകത്തെല്ലാം തേങ്ങയെല്ലാം ചിരണ്ടി എടുത്തതാണ്. നമ്മൾ ഇതിൻ്റെ അകം ക്ലീൻ ചെയ്യാൻ വേണ്ടി സാൻഡ് പേപ്പറും അതുപോലെ തന്നെ നമ്മുടെ അകം ചിരണ്ടാനുള്ള ഒരു ടൂളും നമ്മുടെ കയ്യിലുണ്ട്. ഈ ടൂൾസിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ചിരട്ടയുടെ അകവശം നല്ലപോലെ വൃത്തിയാക്കി എടുക്കുകയാണ്. ഈ ടൂൾസ് ഉപയോഗിച്ച് നമ്മൾ അകം നല്ലപോലെ ചിരണ്ടി അകത്തെ പൊട്ടനെല്ലാം മുഴുവനായും ചിരണ്ടി കളയുന്നുണ്ട്. അകം മുഴുവൻ വൃത്തിയാക്കിയ ശേഷം നമ്മളിതിൻ്റെ പുറം വശം സാൻഡ് പേപ്പർ പിടിച്ചാണ് വൃത്തിയാക്കുന്നത്. പേപ്പർ പിടിച്ച് അകവും പുറവും നല്ലപോലെ വൃത്തിയാക്കി ഇതെടുക്കും. കഴിഞ്ഞ 3-4 വീഡിയോകൾ ചിരട്ടയിൽ എങ്ങനെയാണ് ഓരോ വസ്തുക്കളൊക്കെ ഉണ്ടാക്കി നമുക്ക് കൊടുക്കുന്നതെന്നൊക്കെയുള്ള വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ ടൂൾസ് ചെറിയ വാളും ഇതുപോലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ ആണിത്. മിഷനറിയൊക്കെ എല്ലാവരുടെയും വീടുകളിലൊന്നും കാണുകയില്ല. അപ്പം ചിലവ് ചുരുങ്ങിയ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നതെന്നുള്ള വീഡിയോകളാണ് ആദ്യമൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. വെറുതെ കത്തിച്ചു കളയുന്ന ചിരട്ട കൊണ്ട് എങ്ങനെയാണ് പണം സമ്പാദിക്കാൻ സാധിക്കുക എന്നുള്ള വീഡിയോകളാണ് ഈ ചാനലിൽ കൂടുതലും അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. നമ്മളിതിൻ്റെ രണ്ടു വശവും നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അകവും നല്ലപോലെ ചിരണ്ടിയിട്ടുണ്ട്. പുറം വശം നല്ലപോലെ പേപ്പറും പിടിച്ചിട്ടുണ്ട്. നമ്മളതിന് ശേഷം വേറൊരു ചെറിയ ചിരട്ടയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചെറിയൊരു ഹാൻഡിൽ പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. അത് നമ്മൾ പേന ഉപയോഗിച്ച് കറക്റ്റായിട്ട് റൗണ്ടിന് മാർക്ക് ചെയ്ത് എടുക്കുകയാണ്. 2 ഹാൻഡിൽ അപ്പുറം ഇപ്പുറം പിടിപ്പിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മുടെ ചിരട്ടയുടെ ചുവടുവശം പിടിപ്പിക്കാൻ വേണ്ടി അതും നമ്മൾ വട്ടത്തിൽ മാർക്ക് ചെയ്യാണ്. വലിയ ചിരട്ട ഇതിലോട്ട് ഒട്ടിച്ചു വെക്കാൻ വേണ്ടി അതിനൊരു സ്റ്റാൻഡ് പോലെ അടിയിൽ നിൽക്കാൻ വേണ്ടിയാണ്. അതും നമ്മൾ വട്ടത്തിൽ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമ്മൾ രണ്ടും വാൾ ഉപയോഗിച്ച് കട്ട് ചെയ്യാണ്. ആക്സോ ഫ്രെയിം ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത്. ഇത് ചെറിയ വാളാണ്. ഇത് ഉപയോഗിച്ച് നമ്മൾ പതിയെ മാർക്കിങ്ങിനനുസരിച്ച് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതൊക്കെ എന്നുള്ള വീഡിയോകളൊക്കെ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെഷീനിൽ കട്ട് ചെയ്യുന്നതും ഇട്ടിട്ടുണ്ട് ചാനലിനകത്ത്. അതൊക്കെ താല്പര്യമുള്ളവർ കയറി കാണുക. ഈ വലിയ ഇരട്ട കട്ട് ചെയ്തതുപോലെ തന്നെ ഈ ചെറുത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അതും 2 പീസാക്കി എടുക്കും. നമ്മളത് പീസാക്കി എടുത്തിട്ടുണ്ട്. 2 വലിയ ഇരട്ടയും വലിയ ഇരട്ടയും ചെറിയ ഇരട്ടയും കട്ട് ചെയ്തെടുത്തു. ഈ ചെറുത് ഹാൻഡിൽ പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ 2ആയിട്ട് മുറിക്കുകയാണ്. 2 പീസാക്കി നമ്മൾ മുറിച്ചെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വലിയ ചിരട്ടയുടെ സൈഡ് വഴി നമ്മൾ 2 ലൈൻ മാർക്ക് ചെയ്യുന്നുണ്ട് ഒരു ഭംഗി ലഭിക്കാൻ വേണ്ടി. അതിനുവേണ്ടി നമ്മുടെ നിലത്ത് ചിരട്ട ഇങ്ങനെ കമത്തി വെച്ചതിന് ശേഷം ഒരു പേന വെച്ച് കറക്റ്റ് ലെവലിന് മാർക്ക് ചെയ്തെടുക്കുകയാണ്. ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചെരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നിരപ്പായ ഒരു സ്ഥലത്ത് വെച്ച് കമത്തി വെച്ചുകൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ ആക്സോ ഫ്രെയിം ഉപയോഗിച്ച് വട്ടത്തിൽ ചെറുതായിട്ടൊരു ഓട പോലെ വാളിന് ഒരു പൊഴി പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ചുറ്റിനും
കറക്റ്റായിട്ട് ലൈനിൽ കൂടെ മാർക്ക് ചെയ്ത് എടുക്കും. ഇത് ഇങ്ങനെ കമത്തി ഇട്ടുകൊണ്ടും മാർക്ക് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെ സ്റ്റാൻഡ്സാണ് ചെയ്യാം. 2 ലൈനും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. വട്ടത്തിൽ ചെറിയൊരു രീതിയിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. പ്ലസ് ക്യൂക്ക് എന്ന് പറയുന്ന പശ ഉപയോഗിച്ചാണ് നമ്മളിത് ഒട്ടിക്കുന്നത്. ഇത് 50 ഗ്രാമിൻ്റെയാണ്, 130 രൂപ വിലയുള്ള പ്ലസ് ക്യൂക്ക് എന്ന് പറഞ്ഞ പശ. അതുപോലെ തന്നെ ഇത് ചിരട്ട കട്ട് ചെയ്യുമ്പോഴുള്ള പൊടിയാണ്. അതിൻ്റെ കട്ടിങ്ങിൻ്റെ പൊടി വരുന്നത് നമ്മൾ ശേഖരിച്ച് വെച്ച് അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊക്കെയുള്ള വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിരട്ട ഇതിൽ ഒട്ടിച്ചെടുക്കാം. ഇതിനുവേണ്ടി നമ്മുടെ വലിയ ചിരട്ടയുടെ അടിവശത്ത് ഇതിൻ്റെ ചുവടുവശം കറക്റ്റായിട്ട് നേരെ നോക്കിയതിന് ശേഷം പശ വെച്ച് ഒട്ടിക്കുകയാണ്. ആദ്യം ഒരു 2 സൈഡിൽ കുറേശ്ശെ ഒഴിച്ച് ആദ്യം ഒന്ന് ഒട്ടിക്കുന്നുണ്ട്. നമ്മൾ ചിരട്ടപ്പൊടി കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇപ്പം പശ ഇട്ടിടം നമ്മൾ നല്ലപോലെ ആദ്യം ഒന്ന് ഒട്ടിക്കും. അതിനുശേഷം ചുറ്റിനും നമ്മൾ ചിരട്ടപ്പൊടി തന്നെ ഇട്ട് കൊടുത്ത് ഒട്ടിക്കുകയാണ്. ഇതിൻ്റെ ഗ്യാപ്പെല്ലാം അടച്ച് കിഴുത്തൊന്നും ഇല്ലാതെ ചുറ്റിനും നല്ലപോലെ ഒട്ടിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് വശവും നല്ലപോലെ നമ്മൾ ചിരട്ടപ്പൊടി ഉപയോഗിച്ച് ഒട്ടിക്കുകയാണ്. അവിടെയും ഗ്യാപ്പൊന്നും ഇല്ലാതെ നല്ലപോലെ ആ ഗ്യാപ്പ് അടച്ച് ചിരട്ടപ്പൊടി നല്ലപോലെ ഇട്ട് കൊടുത്ത് ആദ്യം ഒന്ന് ഒട്ടിച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഷേപ്പ് വരുത്തി പശ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ പശ അവിടെ ചിരട്ട കൂടുതൽ വീഴാതെ നോക്കണം. ഇത്തിരി വീണ് കഴിഞ്ഞാൽ നമ്മളവിടെ എല്ലാം പേപ്പർ പിടിക്കേണ്ടി വരും. ഇപ്പം ചുറ്റിനും നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്, അടിവശവും മേളുവശവും എല്ലാം. ഹാൻഡിൽ നമ്മൾ ഇതിലോട്ട് പിടിപ്പിക്കുകയാണ്. ഹാൻഡിൽ നമ്മൾ അതിൻ്റെ ഒരു ഷേപ്പ് അനുസരിച്ച് വെച്ച് നല്ലപോലെ പശ ഒഴിച്ചു കൊടുത്ത് ഹാൻഡിൽ പിടിപ്പിക്കണം. ഹാൻഡിൽ വിട്ടു പോകാതെ നല്ലപോലെ ചിരട്ടപ്പൊടിയും പശയിട്ട് കൊടുത്ത് നല്ലപോലെ 2-3 തവണ ഒട്ടിക്കണം. എന്നാലേ അത് കറക്റ്റ് ആവുള്ളൂ. എന്നിട്ട് പേപ്പർ പിടിച്ചാണ് അത് ലെവൽ ചെയ്യുന്നത്. മറ്റേ സൈഡിലെ ഹാൻഡിലും നമ്മളതുപോലെ തന്നെ ഒരുപോലാണോ എന്ന് നോക്കിയിട്ട് നല്ലപോലെ പശയും ചിരട്ടപ്പൊടിയും ഉപയോഗിച്ച് നമ്മൾ ഒട്ടിക്കുകയാണ്. നല്ലപോലെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് അത് പേപ്പർ പിടിച്ചാണ് ഷേപ്പ് വരുത്തുന്നത്. ഒട്ടിച്ചിട്ടുണ്ട്, നല്ല സൈഡും നല്ലപോലെ ഒട്ടി. ഇനി ഇത് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് പേപ്പർ പിടിച്ചാൽ മതി. പേപ്പർ പിടിച്ച് മൊത്തത്തിൽ ഒന്ന് ലെവൽ ചെയ്യണം. സൈഡുകളും ഒക്കെ നല്ലപോലെ പേപ്പർ പിടിച്ചെടുക്കണം. ഇത് പേപ്പർ പിടിച്ച് നമ്മൾ ഫിനിഷ് ചെയ്തതാണ്. ഹാൻഡിലിൻ്റെ സൈഡുകളും ഒക്കെ നല്ലപോലെ പേപ്പർ പിടിച്ചിട്ടുണ്ട്. സൈഡൊന്നും കൈകൊണ്ട് മുറിയാതിരിക്കാൻ വേണ്ടി നല്ലപോലെ ഉരുട്ടി, അതുപോലെ തന്നെ അവവശവും അകത്തൊക്കെ കൈ ഇടുമ്പോൾ മുറിയാതിരിക്കാൻ വേണ്ടി നല്ലപോലെ അവിടെ പേപ്പർ പിടിച്ചിട്ടുണ്ട്. ചുറ്റിനും എല്ലാം പേപ്പർ പിടിച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ വെളിച്ചെണ്ണയാണ് തേക്കുന്നത്. ഇത് പോളിഷ് ചെയ്യുന്നില്ല. ഇത് എനിക്ക് ഒരാൾ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അദ്ദേഹത്തിന് പോളിഷ് ചെയ്യേണ്ട കാര്യം ഇല്ലെന്ന് പറഞ്ഞു. എണ്ണ തേച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. പുള്ളിക്ക് നാച്ചുറൽ രീതിയിൽ ഈ ചിരട്ട കിട്ടാൻ വേണ്ടി വെളിച്ചെണ്ണ തേച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് ഞാൻ ഡൈനിങ് ടേബിളിലൊക്കെ വെക്കുന്ന ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കിയായിരുന്നു. അത് കണ്ടിട്ടാണ് ഈ ഓർഡർ നമുക്ക് ലഭിച്ചത്. അതിൻ്റെ അകത്ത് ഹാൻഡിലില്ലായിരുന്നു. ഇതിന് ഹാൻഡിൽ വെച്ച് ഇതൊരു ബൗള് പോലെ യൂസ് ചെയ്യാവുന്ന രീതി വേണം ഉണ്ടാക്കാൻ എന്നാണ് പറഞ്ഞത്. ഇതങ്ങനെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഞാൻ 150 രൂപ വിലയ്ക്കാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിലയ്ക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. ചിരട്ട കൊണ്ടുള്ള ബൗള്. വെളിച്ചെണ്ണ തേച്ചിരിക്കുന്ന കാരണം ഒരു മാറ്റ് ഫിനിഷ് ലുക്കിലാണ് ഇത് ഇരിക്കുന്നത്. ചിരട്ട കൊണ്ടുള്ള ഈ ബൗള് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ
ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് ഈ ചിരട്ടയിൽ ഉണ്ടാക്കിയ ബൗളിന്റെ ഒരു ഫൈനൽ വീഡിയോ ഒന്ന് നമുക്ക് കാണാം.